ഇന്നത്തെ നമ്മുടെ ലെസൺ വളരെ ബേസിക് ലെവലിലുള്ള ഒരു ലെസണാണ്. ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് തുടങ്ങുന്നവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ ഫ്രേസസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഗ്രാമർ ഒന്നും അറിയേണ്ടതില്ല. അപ്പോൾ ഏതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു കുഞ്ഞു കുഞ്ഞ് ഫ്രേസസ് എന്ന് നോക്കാം. ഷുവർ തിങ്. ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പായും എന്നല്ലേ മീനിങ്. അപ്പോൾ ഷുവർ തിങ്, വളരെ ഉറപ്പായ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. ഓ, യുവർ പ്രൊമോഷൻ, ഇറ്റ്സ് എ ഷുവർ തിങ്. നിങ്ങളുടെ പ്രൊമോഷൻ്റെ കാര്യമാണോ? അത് ഉറപ്പായ ഒരു കാര്യമല്ലേ. അവിടെയാണ് നമ്മൾ ഷുവർ തിങ് എന്ന് ഉപയോഗിക്കുന്നത്. ഐ ആം ഡെഡ് ടയേർഡ് ടുഡേ. ഡെഡ് ടയേർഡ്. ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചത്. ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് എന്നല്ലേ, എനിക്ക് വല്ലാത്ത ക്ഷീണമാണ് എന്നാണ് അവിടെ മീനിങ്. ഐ ആം ഡെഡ് ടയേർഡ് ടുഡേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഞാൻ ക്ഷീണിച്ച് അവശതയായിട്ടിരിക്കുകയാണ്. ഡെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു എനർജിയും ഇല്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ അതാണ് ഡെഡ് ടയേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ചെയ്യാനുള്ള എനർജിയും ഇല്ല, ഞാൻ അത്രയ്ക്ക് ടയേർഡാണ്, ക്ഷീണിച്ച് അവശതയായിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ഐ ആം ഡെഡ് ടയേർഡ് ടുഡേ എന്ന് പറയുന്നത്. ഡെഡ് ടയേർഡ് ടുഡേ, ഇന്ന് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഗെറ്റ് ഔട്ട് ഓഫ് സൈറ്റ്. ഗെറ്റ് ഔട്ട് ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വല്ലാതെ ദേഷ്യം വന്നിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പിന്നീട് സംസാരിക്കാൻ ഇഷ്ടമില്ല, ആളെ ആ മുന്നിൽ കാണുന്നത് പോലെ ഇഷ്ടമില്ല. അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീ പോകൂ എന്നാണ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്, ഗോ എവേ അറ്റ് വൺസ്. പെട്ടെന്ന് തന്നെ പോകൂ, എനിക്ക് ഇനി നിന്നോട് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല, നീ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ എന്ന് പറയുന്നതാണ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ മുന്നിൽ നിന്ന് പോകൂ, എൻ്റെ കൺമുന്നിൽ നിന്ന് പോകൂ എന്നാണ് അതിൻ്റെ മീനിങ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. വാട്ട്സ് ആൻ ഐഡിയ. ഓ, എന്തൊരു നല്ല ഐഡിയ. ഓ, എന്തൊരു ഐഡിയ എന്ന് പറയും. നല്ല ഒരു ആശയം, നല്ല ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അത്രയ്ക്ക് നല്ല ഒരു ഐഡിയ ഒരാൾ പറയുമ്പോൾ ഓ, വാട്ട് ആൻ ഐഡിയ എന്ന് പറയാം. അതേസമയം ഇത് നമുക്ക് ഒരു നെഗറ്റീവ് സെൻസിലും ഉപയോഗിക്കാം. ഒരാൾ ഒരു ഐഡിയ പറയുന്നു, അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല, നമുക്കതൊട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, അത് ഫോളിഷ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് പറയാം വാട്ട് ആൻ ഐഡിയ. ഒട്ടും സ്വീകാര്യമല്ലാത്തൊരു കാര്യമാണത്. വാട്ട് ആൻ ഐഡിയ. ആ രീതിയിലും നമുക്ക് വാട്ട് ആൻ ഐഡിയ എന്ന് പറയാം. ഇവിടെ ഒന്നും ഗ്രാമറിൻ്റെ ഒരാവശ്യമില്ല, നമുക്കിതൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കാം. ഐ ആം ഓൺ ദ വേ. എന്താണ് ഐ ആം ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, വഴിയിൽ വെച്ച് നമുക്കൊരു ഫോൺ വരുന്നു. അവിടെ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് ചില ആളുകൾ നമ്മളെ വിളിക്കുകയാണ്, എവിടെയാണ്, വേർ ആർ യു. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഓൺ ദ വേ, ഞാൻ വഴിയിലാണ്, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വഴിയിലാണ് എന്നർത്ഥത്തിൽ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗെറ്റ് ടുഗദറൊക്കെ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് എന്തേ പുറപ്പെട്ടില്ലേ, എന്തേ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഐ ആം ഓൺ ദ വേ, ഐ ആം ഓൺ ദ വേ. ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. അത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഗ്ലാഡ് എന്നാൽ ഹാപ്പി. ഓ, അത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് നല്ല ഒരു ന്യൂസ് കേൾക്കുമ്പോൾ, നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പറയാം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. അതുപോലെ തന്നെ സാഡ് ടു ഹിയർ ദാറ്റ് എന്ന് പറയാം. വളരെ ദുഃഖകരമായ ഒരു കാര്യം, നമുക്ക് സങ്കടം വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ സാഡ് ടു ഹിയർ ദാറ്റ് എന്ന് പറയാം. നോട്ട് ഈവൻ എ ബിറ്റ്. ഒരു ബിറ്റ് പോലും, ഒരു തരി പോലും എന്ന് പറയില്ലേ, അതാണ് നോട്ട് എ ബിറ്റ്. അത്രയ്ക്ക് പോലും വേണ്ട, ഒരു തരി പോലും വേണ്ട, ഒരു ബിറ്റ് പോലും വേണ്ട എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ നോട്ട് എ ബിറ്റ് എന്ന് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഒരു ഗസ്റ്റൊക്കെ ആയിട്ട് ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവർ ഫുഡൊക്കെ തരും. അത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ചപ്പാത്തി കൂടി അല്ലെങ്കിൽ കുറച്ച് റൈസ് കൂടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ വയറ് വല്ലാതെ ഫുള്ളായി, നമ്മൾ ഒരുപാട് കഴിച്ചു. നോട്ട് എ ബിറ്റ്, അത്രയ്ക്ക് ഫുള്ളാണ് ഞാൻ, നോട്ട് എ ബിറ്റ്, എനിക്ക് ഒട്ടും വേണ്ട, നോട്ട് എ ബിറ്റ്.
തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, സ്പീക്ക് സംസാരിക്കുക. തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണം, അത് വേണ്ടേ? അപ്പോൾ തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് പറയാം. നമുക്ക് പലരോടും ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് പറയാം, തിങ്ക് ബിഫോർ യു സ്പീക്ക്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അയാൾ പറയുന്നത് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഒന്നുകൂടി നിങ്ങളതൊന്ന് ആവർത്തിക്കുമോ? വളരെ ഹമ്പിളായിട്ട് നമ്മളത് ചോദിക്കുന്നതാണ്, വളരെ പൊളൈറ്റായിട്ട് ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്നാൽ മനസ്സിലാവുക. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഹൃദയത്തിലേക്ക് എടുക്കല്ലേ എന്നാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് വിഷമാവും, അവരത് തന്നെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ പറയാം, ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഇതൊന്നും മനസ്സിൽ വയ്ക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ അങ്ങോട്ട് മറന്നേക്കൂ. ഓക്കെ, ലിവ് ഇറ്റ് എന്നാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. നമ്മൾ അത് വല്ലാതെ നമ്മൾ എഫക്റ്റഡ് ആവാൻ പാടില്ല. നമ്മൾ അതൊക്കെ തമാശ പറയുന്നതല്ലേ. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഡോണ്ട് പുൾ മൈ ലെഗ്. ഡോണ്ട് പുൾ മൈ ലെഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഇപ്പോൾ നമ്മൾ കളിയാക്കുക എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം, പരിഹസിക്കുക എന്നർത്ഥത്തിൽ. ഇപ്പോൾ ഡോണ്ട് പുൾ മൈ ലെഗ്, എന്നെ കളിയാക്കല്ലേ, എന്നെ പരിഹസിക്കല്ലേ എന്നർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ചില ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കളിയാക്കാൻ തമാശ രൂപത്തിലൊക്കെ ചില കാര്യങ്ങൾ പറയും. നമ്മളത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഷോക്ക്ഡായി പോകും. നമ്മളത് വിശ്വസിച്ച് നമ്മൾ ഷോക്ക്ഡായി പോകുന്നതാണ്. ഇപ്പോൾ നെക്സ്റ്റ് മൺഡേ എക്സാം ആണ് എന്ന് പറയുമ്പോൾ, അയ്യോ എക്സാം ആണോ, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ഷോക്ക്ഡായി, നമ്മളാകെ വിഷമിച്ചു പോകും. അയ്യോ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ലല്ലോ എന്നാലോചിച്ച്. പക്ഷേ നമ്മളെ പറ്റിക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാവും, നമ്മളെ അത് വിശ്വസിപ്പിക്കുകയാണത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് പുൾ സംവൺസ് ലെഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളിങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഡോണ്ട് പുൾ മൈ ലെഗ്, എന്നെ കളിയാക്കല്ലേ, എനിക്കിത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ വെറുതെ പറയുന്നതാണ് എന്ന്. ഡോണ്ട് പുൾ മൈ ലെഗ്. അപ്പോൾ ഡോണ്ട് പുൾ മൈ ലെഗ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ടീസ് മീ എന്നാണ് അർത്ഥം, എന്നെ കളിയാക്കല്ലേ. അപ്പോൾ ഇന്ന് പഠിച്ച കുഞ്ഞു കുഞ്ഞു ഫ്രേസസ്, ഇതൊക്കെ നമുക്ക് ഗ്രാമർ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇത്തരം കുഞ്ഞു കുഞ്ഞു ഫ്രേസസ് പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടും. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഉപയോഗിക്കുകയും ചെയ്യുക.